അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അഹർബൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോനാമാർഗിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലം. പൊതുവേ ആളുകളൊന്നും വരാത്തൊരു സ്ഥലം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സ്ഥലവും പിന്നെ അതുപോലെ ഒരു വാട്ടർഫാളും ഉള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ സംഭവം ഉള്ളതുകൊണ്ടും ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ടും മറ്റുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കാം. ഏതായാലും ഈ സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ്. എന്തായാലും കാശ്മീരിൽ ഒരുപാട് ദിവസങ്ങളുള്ളവർ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇങ്ങോട്ടുള്ള യാത്രയും കോപ്പെല്ലാം അടിപൊളിയാണ്. അപ്പോൾ കാശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ മാറിയിട്ടുള്ള അഹർബൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എജാതി വ്യൂ ആണ്. നോക്കി, പൊളി. ഇവിടെ ഒരു വാട്ടർഫാളും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അതും കൂടി കാണാം. ഗെറ്റ് മെസ്മറൈസ്ഡ് ബൈ സ്പാർക്ലിംഗ് വാട്ടർ ഓഫ് അഹർബൽ. യെസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഈ ഒരു വ്യൂ, ഇവിടെ ഒരു ഗാർഡൻ, ഇവിടെ ഇരുന്ന് വിശ്രമിക്കുക. 15 രൂപയാണ് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ഒരാൾക്ക്. അഹർബൽ വാട്ടർഫാൾ ആണോ, ഇതാണ് ഇവിടുത്തെ സാധനം. അഹർബൽ വാട്ടർഫാൾസ്. നമ്മൾ വാട്ടർഫാൾസിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതുവരെ കണ്ട് കിട്ടിയിട്ടില്ല ആളെ. അഹർബൽ വാട്ടർഫാൾസിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എവിടെ എത്തുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട് ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയ അഹെഡ്. പ്ലീസ് ബി കെയർഫുൾ. ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയ എന്താണാവോ. അത്യാവശ്യം ഇറങ്ങി പോകാണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കയറി വരുന്നവരൊക്കെ കുഴങ്ങി വരുന്നത് അവിടെയൊക്കെ അതാക്കണ് വഴിയൊക്കെ കാണും. അവിടെ ഒന്നുമില്ലേ. ഇവിടുന്ന് സൗണ്ടാക്കുന്നുണ്ട്, അവിടുന്ന് സൗണ്ടാക്കുന്നുണ്ട്. പൊളി സാധനം കേട്ടോ. In there, that is the waterfall there. It's not. Okay, we have to reach there. Yeah, we have to reach that point. Then we'll see it clearly. Okay. Up this way. The rocks. Rocks are very beautiful. It's very deep. It's very deep. They wrote there shooting rocks are there. Shooting stone. But Shooting stone. What is that? No, I'll show you. The stone fall down from the top. Fall from this way, but not usually. Sometimes. Okay. It's very beautiful view. Very actually the view. അഹർബൽ വാട്ടർഫാൾസിലേക്കുള്ള വഴി എന്ത് മനോഹരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സൈഡിലുള്ള ഇവിടെ റോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും സൂപ്പറാണ്. വാട്ടർഫാളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, വാട്ടർഫാൾ കാണുന്നില്ല. മെയിൻ വാട്ടർഫാൾ ഇതേ അങ്ങകലെയാണ്. പോയി നോക്കാം. अस्सलाम वालेकुम. अभी हम अहर्बल में हैं. हम ये हमारा केरला का एक फ्रेंड है, उसके साथ आए और मेरे साथ एज ऑलवेज आदू भाई है. तो अभी हम अहर्बल फॉल पहुंच चुके हैं. अभी थोड़ी देर में आपको अहर्बल फॉल का ये दिखाएंगे. यहाँ पे कुछ नेचुरल स्प्रिंग है. तो दिस नेचुरल स्प्रिंग. यहाँ से आप थोड़ा देख सकते हैं अहर्बल का जो पानी आ रहा है. क्या ज़बरदस्त ब्लू वाटर. Kashmir. Yeah, it's called Niagara of Kashmir. Niagara Falls of Kashmir. So they are. Here's another natural spring. The water comes out of the rock. It's a total solid rock. Really? Water comes out of it. Very cold. Yeah, it's cold, and it's total solid rock. Water comes out of it. You can drink this. Yeah, you can drink it. No problem. Yep, tasty. Spring water is it's really tasty. Yeah, you can see the breathtaking view of Ahalwal Falls from this valley. See, all sides are covered with mountains and these beautiful pine trees. MashaAllah, what a beautiful view. So here, actually this year when I came for the vacations from Iran,
So I decided to host some couch surfers. Till now I have hosted 2 couch surfers. One was from Mumbai and this one is from Kerala, and I'm showing him the beautiful place of Kashmir and my beautiful Kashmir, which is a beautiful place in the whole world. I'm showing him my place. So he enjoyed a lot with us, Adnan and me. So he's going to stay with us one more day or 2 days. Inshallah, we will cover some more places like Pahalgam and other places, inshallah. Now we are at Ahrbal. We'll show you the fall now. Now we are about to see the beautiful view of Ahrbal Falls. There it is. അഹർബൽ വീഡിയോ ഫാളിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ചക്ക് പുറമെ ഇവിടെ നിന്നുണ്ടെങ്കിൽ ആ പാറക്കടിയൂടെ ഇങ്ങനെ ചാടി മറിഞ്ഞിങ്ങനെ വരുമ്പോൾ തന്നെ ഒരു കുളപ്പം സാധനം. പിന്നെ ഇവിടെ വന്ന് വീണിട്ട് ഇതിലിങ്ങനെ ഒഴുകിയിട്ട് ആശ പിന്നെ ഇങ്ങനെ വരുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അതിനുള്ളിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഇതിലിങ്ങനെ ഒഴുകി 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 എന്താണ് ഇങ്ങോട്ട് എത്താത്തത്? ഇവിടെയാണ് എത്തുന്നത്. ഇവിടുന്ന് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു കിടക്കാച്ചി ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അവിടെ എങ്ങനെയുണ്ട് കാഴ്ച? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? മുകളിൽ നിന്നുള്ള കാഴ്ച ഉണ്ട്. അവിടുന്ന് ഒഴുകി ഇങ്ങനെ വരിക, ഇവിടെ വന്നാണ്ട് ചാടുക കേട്ടോ. പൊളി സാധനം. കഞ്ഞിക്കാലത്തിൽ അരി വന്നുകാണ്ട് പുക പോകണമെന്ന് കരുതണ്ട. നമ്മളെ വാട്ടർഫാൾ തന്നെയാണ് കേട്ടോ. നല്ല കഞ്ഞി വെന്തിരിഞ്ഞാണ്ടേ നല്ല വെന്ത കഞ്ഞിയാണെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. തെറ്റാതെ ലുക്കാ നോക്കിയത്. എത്രയിൽ വെള്ളമല്ലേ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർഫാളൊക്കെ ഉള്ളൂ. എത്രയാണ് വെള്ളമൊക്കെ ചാടുന്നത്. അതുകൊണ്ടല്ല ഇങ്ങനെ കലങ്ങി മറിയുന്നത്. അപ്പോൾ ഞാൻ നിൽക്കണ ഇങ്ങോട്ട് വരെ അതിൻ്റെ ആ ആവി വരുന്നത് ആ വെള്ളത്തിൻ്റെ നീരാവി. വടക്കൻ കാശ്മീരിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാറക്കെട്ടുകൾക്കിടയിലൂടെ നല്ല തണുത്ത വെള്ളം ഇങ്ങനെ ചാടുമ്പോണ്ടല്ലോ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ആ വെള്ളച്ചാട്ടത്തേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാനേ തോന്നുള്ളൂ. എന്താ അതിൻ്റെ ഒരു രസം. ഓരോ തവണയ്ക്ക് നോക്കുമ്പോഴും വെള്ളച്ചാട്ടത്തിൻ്റെ മൊഞ്ച് കൂടി കൂടി വന്നു. അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് ഇതൊരു വല്ലാത്ത ജാതി വെള്ളച്ചാട്ടം തന്നെയാണ്. കാശ്മീരിലെ നയാഗ്ര വാട്ടർഫാൾസ് എന്ന് നമ്മൾ വിളിക്കുന്ന, നമ്മൾ പേരിട്ടതാണെങ്കിൽ ഇവർ പേരിട്ടതാണോ അതോ ഇനി ഓൾറെഡി അങ്ങനെ പേരുണ്ടോ അറിയില്ല. ഏതായാലും ഇവർ പറഞ്ഞത് കാശ്മീരിലെ നയാഗ്ര വാട്ടർഫാൾ എന്നാണ്. ഞാൻ അങ്ങനെ തന്നെ വിളിക്കണം, അങ്ങനെ തന്നെ വിളിക്കാൻ എനിക്ക് ആഗ്രഹം. അത്രയും മനോഹരമാണ്. ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് കരുതിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ ഒരു വാട്ടർഫാൾ അത്ര പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ കാശ്മീരിൻ്റെ ആ പ്രകൃതി ഭംഗിയും കേട്ടോ, ആ ഒരു പ്രകൃതി ഭംഗിയും അതിനനുസരിച്ച് ഒരു ചെറിയ വാട്ടർഫാൾ, പിന്നെ അതിങ്ങനെ ഒഴുകുന്ന ഒരു മൊത്തം കാഴ്ച എല്ലാം കൂടി ആകുമ്പോണ്ടല്ലോ ഇത് പിടിച്ചാൽ കിട്ടാത്തൊരു സാധനം മാറിയിട്ട് ഒരു രക്ഷയില്ലാന്ന് ഒരു രക്ഷയില്ല.
രണ്ട് മലകൾക്കിടയിലൂടെ, അതും പാറ മലകൾക്കിടയിലൂടെ അതിങ്ങനെ ഒഴുകുക. അത് കാണാൻ തന്നെ എന്ത് രസമറിയോ, അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം, ഒരു രക്ഷയില്ലാത്ത സാധനം. അപ്പോൾ കാശ്മീരിലേക്ക് വരുന്നവർ ഈ പേര് ഞാൻ മറന്നു, ഈ വാട്ടർഫാളിലേക്ക് വരാൻ മറക്കണ്ട. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ശ്രീനഗറിന് ഏകദേശം 100 കിലോമീറ്റർ അടങ്ങിയിട്ടുള്ള യാത്രയുടെ ദൂരം. വന്നാൽ മടുക്കൊന്നുമില്ല, കാരണം വരുന്ന വഴിക്കും നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരാം. ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ വാട്ടർഫാളിനൊപ്പം തന്നെ ഇവിടുത്തെ ഈ ഒരു കുന്നും മലയും കാശ്മീരിൽ എങ്ങും കാണാൻ കിട്ടുന്ന കാഴ്ചകൾ തന്നെയാണ്. ആ കാഴ്ചകളും ഇവിടെ അതിമനോഹരമാണ്. ഇവിടുത്തെ ഈ റോക്സ് അതും ഒരു പ്രത്യേകതയുള്ള സംഭവം കേട്ടോ. കണ്ടോ, അടിയിലൊക്കെ ആ വെട്ട് ആ സൈഡിലൊക്കെ കണ്ടില്ലേ, നല്ല രസമുള്ള ഒരു തരം ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ യാസറിൻ്റെ കസിനും അവിടെ ഫോട്ടോ സെഷനിലാട്ടോ. അവിടെ ഷൂട്ടിംഗ് സ്റ്റോൺ എഴുതിച്ചിരുന്നു. ഷൂട്ടിംഗ് സ്റ്റോൺ ബി കെയർഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ടോ, അത് പൊളിഞ്ഞുകൊണ്ടില്ലേ. ഇത് ഇവിടുന്ന് ചാടിയിട്ട് എവിടെ ചാടിയത് നോക്കി, അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് ചാടിയത്. അപ്പോൾ ചാടിയ നമ്മളെ മേത്തേക്ക് ചാടിയ തീർന്ന് ആജാതി സാധനം. കാരണം ഇത് കണ്ടോ, അതൊക്കെ ഇങ്ങനെ ചാടിയിട്ടുള്ള കല്ലുകൾ, ഈ ഇതുണ്ടോ, ഇത് ചാടിയിട്ട് ഇതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ചതായി. എന്ത് സ്ട്രോങ് ആയിരിക്കും എന്ന് ആലോചിക്കപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ. നമ്മളെന്ത് കെയർഫുൾ ചെയ്യുന്നു, അത് വീഴുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കണ്ട ഓടി രക്ഷപ്പെടാമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുപ്പിയിൽ നമ്മളെ നാച്ചുറൽ സ്പ്രിങ് വാട്ടർ നിറക്കാൻ പോകട്ടെ. നമ്മളെ കുപ്പിയിൽ നല്ല വെള്ളമാണ്, ധൈര്യമായിട്ട് നിറക്കാം. നാച്ചുറൽ സ്പ്രിങ് വാട്ടറാണ് നമ്മൾ ഈ കുപ്പിയിൽ നിറക്കുന്നത് കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കുകയും ചെയ്യും. നല്ല സൂപ്പർ ചിൽഡ് വാട്ടർ, ഒരു രക്ഷയില്ലാത്ത ചിൽഡ് വാട്ടർ കേട്ടോ. നമുക്ക് പീടിയിൽ നിന്ന് വാങ്ങുന്ന വെള്ളത്തിനേക്കാൾ വിശ്വസിച്ച് കുടിക്കാം നാച്ചുറൽ സ്പ്രിങ് വാട്ടർ. അപ്പോൾ നാച്ചുറൽ സ്പ്രിങ് വാട്ടർ എന്ന് വെച്ചാൽ എല്ലായിടത്തും കുടിക്കണ്ട, അവിടെ നല്ല വെള്ളമാണെന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞു നല്ല വെള്ളമാണ്, പ്രശ്നമല്ല. കണ്ടോ വരുന്നുണ്ട് ഞാൻ. അപ്പോൾ നല്ല ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഫില്ലാക്കി കുടിക്കാം. സൂപ്പർ സാധനം. നാച്ചുറൽ സ്പ്രിങ് വാട്ടറിന് ഞാൻ വെള്ളം എടുത്ത് കുടിച്ചിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ നാട്ടുകാർ, അയൽവാസികൾ വെള്ളം എടുക്കുന്നത് കേട്ടോ. അവിടുന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ടാണ് അവർ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ അത്രയും നല്ല വെള്ളം ഇട്ടത് പൊളി സാധനമാണ്. How was the place? Yeah, place is very nice actually. I never expected this much beautiful. Really? I thought it's just a waterfall. There are so many waterfalls in Kerala. I thought it's same that way, but this is really amazing. There's one more waterfall. There's called Shransfall. There's Shransfall. That's in the north actually. Okay. In winters it's very beautiful. All the water that falls that freezes. It's there. Yeah, that's very beautiful. Okay. Next time I will plan. I will be in there. Inshallah. So hope everyone enjoyed. Yeah, hope you See all you all see you on enjoyed. see you on next video. Thank you. Bye bye.